വീടിനുള്ളിൽ അസാധാരണമായൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കേട്ടത് ഒരു പെൺകുട്ടിയുടെ വിറയ്ക്കുന്ന ശബ്ദമായിരുന്നു. അമ്മേ, 2 വർഷമായി ഞാൻ നീറ്റിന് വേണ്ടി ജീവിക്കുകയായിരുന്നു. എത്ര രാത്രികൾ ഉറങ്ങാതെ പഠിച്ചെന്ന് അമ്മയ്ക്കറിയാം. എത്ര പ്രാവശ്യം തോറ്റിട്ടും ഞാൻ വീണ്ടും എന്നെ കൊണ്ടാവുന്ന വിധം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അമ്മയ്ക്കറിയാം. പക്ഷെ ഇനി എനിക്ക് പറ്റില്ല. ഇനി എനിക്ക് ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ ഓടാൻ വയ്യ. ഞാൻ തോറ്റു എന്ന് സമ്മതിക്കാൻ എനിക്ക് മടിയില്ല. പക്ഷെ ഇനി എൻ്റെ ജീവിതം എങ്ങനെയാകണമെന്ന് ഒരിക്കലെങ്കിലും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ലേ? എനിക്ക് മെഡിസിൻ വേണ്ട. എനിക്ക് BBA പഠിക്കണം, ബിസിനസ് പഠിക്കണം. അതാണ് എനിക്കിഷ്ടം. പ്ലീസ് അമ്മേ, ഇത്രയും വർഷം ഞാൻ അമ്മ പറഞ്ഞതുപോലെ മാത്രമാണ് ജീവിച്ചത്. ഒരു സുഹൃത്ത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയും പോകണമെന്ന് വാശി പിടിച്ചിട്ടില്ല. അമ്മയ്ക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ കാര്യത്തിലെങ്കിലും എൻ്റെ ഇഷ്ടം ഞാൻ നടത്തിക്കോട്ടെ, പ്ലീസ്. അലങ്കൃതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ശബ്ദത്തിൽ വാശിയേക്കാൾ കൂടുതലുണ്ടായിരുന്നത് അപേക്ഷയായിരുന്നു. അവൾക്ക് മുൻപിൽ കൈകൾ മാറിൽ പിണച്ചു നിന്ന മിത്രയുടെ മുഖത്തോ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അല്ലി, ജീവിതത്തിൽ ഇഷ്ടം മാത്രം നോക്കി തീരുമാനമെടുത്താൽ വിജയിക്കാൻ കഴിയില്ല. വികാരം കൊണ്ട് ജീവിക്കുന്നവർക്ക് മുറിവുകളാണ് കിട്ടുക. ഞാൻ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. നിനക്ക് BBA പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിസിനസ് നോക്കാൻ പഠിക്കേണ്ടതൊക്കെ ഞാൻ തന്നെ പഠിപ്പിക്കും. മിത്രയുടെ ശബ്ദം കടുപ്പമായി. അമ്മ, പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതും രണ്ടല്ലേ? എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് പഠിക്കണം, എൻ്റെ പ്രായത്തിലുള്ളവരെ പോലെ കുറച്ചെങ്കിലും ജീവിക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അവളെ നിന്ന് കെഞ്ചുകയാണ്. ജീവിതം സിനിമയല്ല അല്ലി. കോളേജിൽ പോയാൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. പഠിക്കുന്നതിലും കൂടുതൽ ആളുകൾ പ്രണയിക്കുന്നു, സൗഹൃദം എന്ന പേരിൽ ജീവിതം നശിപ്പിക്കുന്നു, ആവശ്യമില്ലാതെ പണം ചെലവാക്കുന്നു, ദുശീലങ്ങളിൽ ഏർപ്പെടുന്നു. അതൊന്നും എൻ്റെ മകൾക്ക് വേണ്ട. മിത്രയുടെ വാക്കുകൾ കേൾക്കെ അല്ലിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എല്ലാവരും അങ്ങനെ അല്ലല്ലോ അമ്മേ. എനിക്കെല്ലാവരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. ആ വാക്കുകൾ കേട്ട നിമിഷം അല്ലി മിണ്ടാതെയായി. ആ വിഷയത്തിൽ അമ്മയോട് സംസാരിച്ചാൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. എങ്കിലും ഇത് അവളുടെ ജീവിതമായിരുന്നു. അവൾ വീണ്ടും ധൈര്യം കണ്ടെത്തി. അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയുടെ വിശ്വാസം തകർത്തിട്ടില്ല, ഇനി തകർക്കുകയില്ല. എനിക്ക് BBA പഠിക്കണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. പ്ലീസ്, വേണ്ടെന്ന് പറയരുത്. മിത്ര കുറച്ച് നിമിഷം അവളെ നോക്കി നിന്നു. മകളുടെ കണ്ണുനീർ ആ മനസ്സിനെ നോവിക്കുന്നുണ്ടെങ്കിലും അവളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അവൾ അറിയാത്തൊരു ലോകമുണ്ടെന്ന് അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അവർക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. അവസാനം മിത്ര ഒരു ദീർഘനിശ്വാസം എടുത്തു. ശരി, നിനക്ക് BBA പഠിക്കാം. അല്ലിയുടെ മുഖം ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രകാശിച്ചു. സത്യമാണോ അമ്മേ? പക്ഷേ എൻ്റെ ചില നിബന്ധനകളുണ്ട്. അതിന് നീ സമ്മതിച്ചാൽ മാത്രം. പെട്ടെന്ന് ആ സന്തോഷം പകുതിയായി. അവൾ സംശയത്തോടെ അവരെ നോക്കി. എന്ത് നിബന്ധന? ഞാൻ തിരഞ്ഞെടുക്കുന്ന കോളേജിൽ മാത്രം നീ പഠിക്കും. അവിടുന്ന് മാറണമെന്ന് പറയാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോളേജിൽ വെച്ച് ഒരു ആൺകുട്ടിയുമായി സൗഹൃദം പോലും പാടില്ല. പ്രണയം എന്ന വാക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിനക്ക് പെൺകുട്ടികൾ സുഹൃത്തുക്കളായാൽ മാത്രം മതി. നിന്റെ പഠനവും ലക്ഷ്യവും മാത്രം നോക്കി ജീവിക്കണം. ഈ നിബന്ധനകൾ അംഗീകരിച്ചാൽ നിനക്ക് BBA പഠിക്കാം. അല്ലെങ്കിൽ ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിച്ചു. അല്ലിയുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. ഒരു നിമിഷം അവൾക്ക് എന്തു പറയണമെന്ന് പോലും മനസ്സിലായില്ല. സൗഹൃദം പോലും പാടില്ലേ? ഒരാൺകുട്ടിയോട് സംസാരിക്കാൻ പോലും പാടില്ലേ? അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് അവളോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ ആ സ്നേഹത്തിന് ചുറ്റും വലിയ മതിലുകൾ കെട്ടിയിരുന്നു. ആ മതിൽ തകർക്കാൻ അല്ലിക്ക് കഴിയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു അമ്മേ. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ പറയുന്നത്? അതെ, അമ്മ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. എനിക്ക് പഠിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി. അപ്പോൾ തയ്യാറായിക്കോ. അടുത്ത മാസം തന്നെ അഡ്മിഷൻ. ഏത് കോളേജിലാണ്? മുംബൈ. ആ ഒരൊറ്റ വാക്ക് അല്ലിയുടെ ഹൃദയത്തിലേക്കൊരു മിന്നൽ വീണതുപോലെ തോന്നി. മുംബൈയിലേക്കോ? അതെ, അവിടെയുള്ള കോളേജിലാണ് അഡ്മിഷൻ. അമ്മ, എനിക്കിത്ര ദൂരെ പോകണ്ട. ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ പോരെ? പോരാ, ഞാൻ തീരുമാനിച്ചത് അതാണ്. പക്ഷേ അവിടെ നിന്റെ ആൻറ്റി ലെക്ചറാണ്. നിന്റെ ഓരോ കാര്യവും അവർ ശ്രദ്ധിക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും അവരുണ്ടാകും. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം അലിയുടെ മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ പ്രതീക്ഷയും തകർന്നു. നിർമ്മൽ ആൻറ്റി, അപ്പോൾ അവിടെയും നിയന്ത്രണം തന്നെ. സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും കഴിയില്ല. കോളേജ് ജീവിതം ആസ്വദിക്കാമെന്ന ചെറിയ സ്വപ്നം പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. അമ്മേ, പ്ലീസ്, ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയില്ല അല്ലി. ഞാൻ പറഞ്ഞതാണ് അവസാന വാക്ക്. മിത്ര തിരിഞ്ഞു നടന്നു.
അല്ലി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. കയ്യിലിരുന്ന കോളേജ് ബ്രോഷറിലേക്ക് അവൾ നോക്കി. മുംബൈ. ആ പേര് കണ്ണിൽ പതിഞ്ഞെങ്കിലും അവൾക്ക് കാണാൻ കഴിഞ്ഞതൊരു നഗരമല്ല, സ്വന്തം ഇഷ്ടങ്ങൾ ചുറ്റും വീണ്ടും പണിയപ്പെടുന്ന ഒരു വലിയ മതിൽ മാത്രമായിരുന്നു. മനസ്സിലേറിയ ഭാരത്തോടെ അവൾ ബെഡ്റൂമിലേക്ക് നടന്നു. കയ്യിലിരുന്ന കോളേജ് ബ്രോഷർ പതിയെ കിടക്കയിലേക്ക് വീണു. അത് വീണ ശബ്ദത്തിന് പോലും അല്ലിയുടെ മനസ്സിലുണ്ടായിരുന്ന നിശബ്ദതയെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുറിയുടെ വാതിൽ അകത്തു നിന്നും അടച്ചു. ഒരു നിമിഷം. മറ്റൊരാളുടെ മുന്നിൽ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടി സ്വന്തം മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ തകർന്നു വീണു. കിടക്കയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ തോൽവിയുടേതായിരുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതത്തിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് പോലും വിലയില്ലെന്ന തിരിച്ചറിവിൻ്റെ ആയിരുന്നു. ചില കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒഴുകി തലയിണയെ നനച്ചു. ആ തലയിണ അവളുടെ എത്രയോ വർഷത്തെ കണ്ണീരിന് സാക്ഷിയായിരുന്നു. അവൾക്ക് അമ്മയെ വെറുക്കാൻ കഴിയില്ല, കാരണം ലോകത്ത് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയും അമ്മ തന്നെയായിരുന്നു. പക്ഷേ അതേ അമ്മ തന്നെയാണ് തൻ്റെ ഓരോ ആഗ്രഹത്തിന് മുൻപിൽ ഒരു മതിൽ കെട്ടുന്നതും എന്ന സത്യം അവളെ ഉള്ളിൽ നിന്നും ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവൾ ചിന്തിച്ചിട്ടുണ്ട്, സ്നേഹത്തിന് ഇത്രയും നിയന്ത്രണങ്ങൾ വേണമോ എന്ന്. ഉടൻ തന്നെ മറ്റൊരു മറുപടിയും മനസ്സ് പറയും, അമ്മ ചെയ്യുന്നതൊക്കെ എൻ്റെ നല്ലതിനു വേണ്ടിയായിരിക്കും. ആ 2 ചിന്തകൾക്കിടയിൽ കുടുങ്ങിപ്പോയൊരു ജീവിതമായിരുന്നു അലങ്കൃതയുടേത്. ജനലിനരികിലേക്ക് നടന്ന് അവൾ കർട്ടൻ പതിയെ നീക്കി. പുറത്ത് പച്ച പുല്ലുകൾ, നന്നായി വെട്ടിയൊതുക്കിയ പൂന്തോട്ടം, കാറ്റിലാടുന്ന വെള്ള റോസാപ്പൂക്കൾ, അല്പം അകലെയായി വലിയ സ്വിമ്മിംഗ് പൂള്, വീടിൻ്റെ മുന്നിലൂടെ നിരയായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വില കൂടിയ കാറുകൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഡംബരത്തിനിടയിൽ അവൾക്ക് മാത്രം ഒരു ചെറിയ സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണക്കൂട്ടിൽ പൂട്ടിയിട്ട കിളിയെ പോലെയായിരുന്നു അവളുടെ ജീവിതം. പുറത്തുള്ളവർക്ക് ആ കൂട് സ്വർണമായതുകൊണ്ട് മനോഹരമായി തോന്നും, പക്ഷെ അതിൻ്റെ അകത്ത് കഴിയുന്ന കിളിക്കറിയാം ചിറകുണ്ടായിട്ടും പറക്കാൻ കഴിയാതെ എത്ര വലുതാണെന്ന്. അല്ലി പതിയെ സ്റ്റഡി ടേബിളിലേക്ക് നടന്നു. ഡ്രോയർ തുറന്ന് ഒരു തവിട്ട് നിറമുള്ള ഡയറി എടുത്തു. അതിൻ്റെ ആദ്യ പേജിൽ മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നിയാൽ ഞാൻ ആദ്യം എൻ്റെ പുസ്തകവും പേനയും കയ്യിലെടുക്കും. അക്ഷരങ്ങളെക്കാൾ എന്നെ ഞാനാക്കുന്ന മറ്റൊന്നുമില്ല. എൻ്റെ വരികളിലാണ് എൻ്റെ സ്വാതന്ത്ര്യം. അവൾ പേന തുറന്ന് എഴുതാൻ തുടങ്ങി. ഇന്നും ഞാൻ തോറ്റു. പരീക്ഷയിലല്ല, എൻ്റെ ജീവിതത്തിൽ. 2 വർഷം ഞാനൊരു സ്വപ്നത്തിന് പിന്നാലെ ഓടി. അത് കിട്ടിയില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിഷമം ഇനി എനിക്കിഷ്ടമുള്ള വഴിയിലൂടെ നടക്കാനും അനുവാദം ചോദിക്കേണ്ടി വരുന്നു എന്നതാണ്. അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ചിലപ്പോൾ തോന്നും, സ്നേഹവും പേടിയും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന്. അമ്മ എന്നെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചാണോ ഇങ്ങനെ ജീവിക്കാൻ പറയുന്നത്, അതോ എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തതുകൊണ്ടോ? 20 വയസ്സുള്ള എനിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പോലും അവകാശമില്ലേ? എനിക്കൊരിക്കലും ആരെയും വേദനിപ്പിക്കണമെന്ന് തോന്നിയിട്ടില്ല. അമ്മയുടെ കണ്ണ് നിറയുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓരോ തവണയും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ തന്നെ കൊന്നുകളയുന്നത്. ഇന്ന് വീണ്ടും അതുതന്നെ ചെയ്തു. എനിക്ക് മുംബൈക്ക് പോകണം എന്നാഗ്രഹമില്ല, പക്ഷേ പോകാതിരിക്കാൻ കഴിയില്ല. അമ്മയെ വിഷമിപ്പിക്കാൻ കഴിയില്ല. ദൈവമേ, ഒരിക്കലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾക്കും വിലയുണ്ടാകുമോ? അതോ ഇങ്ങനെയാണോ എൻ്റെ ജീവിതം മുഴുവൻ? എഴുതി കഴിഞ്ഞപ്പോൾ ഡയറിയുടെ മേൽ ഒരു തുള്ളി കണ്ണുനീർ തുള്ളി വീണു. മഷി ചെറുതായി പടർന്നു. അത് തുടയ്ക്കാൻ പോലും അവൾ ശ്രമിച്ചില്ല, കാരണം ചില കണ്ണുനീർ തുടച്ചു മാറ്റാൻ പാടില്ല. അവയാണ് പിന്നീട് നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നത്. ഡയറി അടച്ച് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ മുറിയിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ഡയറി ആയിരുന്നു, കാരണം അതൊരിക്കലും അവളെ വിധിച്ചിട്ടില്ല. അവളുടെ ഓരോ സന്തോഷവും, ഓരോ സങ്കടവും, ഓരോ സ്വപ്നവും, ഓരോ തോൽവിയും നിശബ്ദമായി കേട്ടിരുന്ന ഏക കൂട്ടുകാരൻ അതായിരുന്നു. അവൾ പതിയെ കിടക്കയിലേക്ക് ചാരിയിരുന്നു. ഭിത്തിയിൽ തൂക്കിയിരുന്ന അമ്മയോടൊപ്പമുള്ള വലിയ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ആ ചിത്രത്തിൽ ചിരിച്ചുകൊണ്ട് മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മിത്ര, അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിക്കുന്ന കൊച്ചുകുട്ടിയായ അല്ലി.
ഈ ചിത്രം കാണുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അമ്മ, ഞാൻ ഒരിക്കലും അമ്മയെ വെറുക്കില്ല. പക്ഷെ ഒരിക്കലെങ്കിലും ഈ അല്ലിയുടെ മനസ്സുകൂടി കേൾക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ. ആ വാക്കുകൾ ചുണ്ടിൽ നിന്ന് പുറത്തു വന്നതും വീട്ടിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുറിക്ക് പുറത്തു നിന്നും ആരുടെയോ കാലൊച്ച കേട്ടു. ആ ശബ്ദം അല്ലിക്ക് വളരെ പരിചിതമായിരുന്നു. അവൾ പതിയെ കണ്ണുകൾ തുടച്ചു വാതിലിലേക്ക് നോക്കി. അടുത്ത നിമിഷം വാതിൽ മെല്ലെ ഒരു മുട്ടുമുഴങ്ങി. അല്ലിമോളെ, വാതിൽ തുറക്കുമോ? ആ ശബ്ദം കേട്ടതും ആദ്യമായി ചെറിയൊരു ആശ്വാസം മിന്നി. ദിവ്യ. അല്ലിമോളെ, വാതിൽ തുറക്കുമോ? ഞാനാണ് ദിവ്യ. ആ ശബ്ദം കേട്ടതും അല്ലി വേഗം തന്നെ കണ്ണുനീർ തുടച്ചു. കരഞ്ഞതിൻ്റെ അടയാളങ്ങൾ മുഖത്ത് വ്യക്തമായിരുന്നു. ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ വാതിൽ തുറന്നു. വാതിൽ തുറന്ന നിമിഷം തന്നെ ദിവ്യയുടെ കണ്ണുകൾ അവളുടെ ചുവന്ന കണ്ണുകളിലേക്ക് പതിഞ്ഞു. ഒരു നിമിഷം ഒന്നും ചോദിക്കാതെ അവൾ അല്ലിയുടെ നെറുകയിൽ പതിയെ തലോടി. ആ സ്പർശനം മാത്രം മതിയായിരുന്നു. അല്ലിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ദിവ്യേച്ചി, ഞാൻ ശരിക്കും ഇത്രയും സ്വാർത്ഥയാണോ? എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ ആഗ്രഹിച്ചത് ഇത്ര വലിയ തെറ്റാണോ? ഞാൻ അമ്മയെ എതിർക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്. അത് പറയുമ്പോൾ പോലും ഞാൻ തെറ്റുകാരിയാകുന്നത് എന്തുകൊണ്ടാണ്? ദിവ്യയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുന്നവളെ ചേർത്ത് പിടിച്ചു അവൾ മുറിക്കുള്ളിൽ കയറി കതകടച്ചു. ദിവ്യ അവളെ കൈപിടിച്ച് കിടക്കയിലിരുത്തി. അല്ലി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓരോ കുട്ടിക്കും അവരുടെ ഇഷ്ടങ്ങൾ പറയാൻ അവകാശമുണ്ട്. അതേപോലെ ഓരോ അമ്മയ്ക്കും തൻ്റെ മക്കളെക്കുറിച്ച് പേടിയുണ്ടാകും. നിങ്ങൾ ഇരുവരും തെറ്റുകാരല്ല. സാഹചര്യങ്ങളാണ് ചിലപ്പോൾ ആളുകളെ അങ്ങനെയാക്കുന്നത്. എന്നാലും അമ്മയ്ക്ക് എന്നെ ഒന്ന് വിശ്വസിച്ചാൽ പോരെ? ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ലല്ലോ. എന്നിട്ടും എന്നെ ഇത്രയും നിയന്ത്രിക്കുന്നത് എന്തിനാണ്? മുംബൈയിൽ പോകുന്നതിനേക്കാൾ എനിക്ക് വിഷമം അവിടെയും ഓരോ നിമിഷവും ആരെങ്കിലും എന്നെ നിരീക്ഷിക്കുമെന്നതാണ്. എനിക്കൊരു ദിവസമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ലേ ദിവ്യേച്ചി? അവസാന വാക്ക് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം വിങ്ങിപ്പോയി. ദിവ്യയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ ചോദ്യം അവളും പലതവണ സ്വയം ചോദിച്ചിട്ടുള്ളതാണ്. മിത്രയുടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അവൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. മിത്ര മകളെ സ്നേഹിക്കുന്നതിൻ്റെ അത്ര തന്നെ അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയവും ഉള്ളിലുണ്ട്. ആ ഭയം എവിടെ നിന്നാണ് വന്നതെന്ന് മാത്രം ദിവ്യയ്ക്ക് ഇതുവരെയും അറിയില്ലായിരുന്നു. അവൾ അല്ലിയുടെ തോളിൽ കൈവച്ചു. കേൾക്ക്, നിനക്കിപ്പോൾ എല്ലാം വളരെ വലുതായി തോന്നും. പക്ഷേ സമയം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഉത്തരങ്ങൾ തരാറുണ്ട്. അമ്മയെ എനിക്ക് നന്നായി അറിയാം. അവരെടുക്കുന്ന തീരുമാനങ്ങൾ കടുപ്പമുള്ളതായിരിക്കും. പക്ഷെ ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിൽ നിന്റെ സുരക്ഷ മാത്രമേ ഉള്ളൂ. അല്ലി നിസ്സഹായമായി പുഞ്ചിരിച്ചു. സുരക്ഷയ്ക്ക് വേണ്ടി സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടാലോ? ആ ചോദ്യം കേട്ട് ദിവ്യ നിശബ്ദയായി. ആ നിശബ്ദതയിൽ തന്നെയായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഭാരം. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ദിവ്യ എഴുന്നേറ്റ് ജനലരികിലേക്ക് നടന്നു. പുറത്തുള്ള പൂന്തോട്ടത്തിലേക്ക് നോക്കിയ ശേഷം തിരിഞ്ഞ് അല്ലിയുടെ മുഖത്തേക്ക് നോക്കി. അറിയുമോ അല്ലി, ഞാൻ ആദ്യമായി ഈ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ദിവസം നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ വീട്ടിലെ രാജകുമാരിയാണെന്നായിരുന്നു. വലിയ വീട്, ഒരുപാട് ജോലിക്കാർ, ആഡംബര ജീവിതം എല്ലാം കണ്ടപ്പോൾ നിന്നെ എല്ലാവരും അസൂയയോടെ നോക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും വലിയ ഏകാന്തതയും ഈ വീട്ടിലാണെന്ന്. ആളുകൾ ഒരുപാട് ഉണ്ടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ നീ തിരയുന്നത് ഒരാളെ മാത്രമാണ്. അല്ലി പതിയെ ചിരിച്ചു. അത് നിങ്ങളായിരുന്നു ദിവ്യേച്ചി. ആ വാക്ക് കേട്ടപ്പോൾ ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തിരികെ വന്ന അല്ലിയുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. എനിക്കും നീ സ്വന്തം അനിയത്തിയെ പോലെയാണ്. അതുകൊണ്ടാണ് നിന്റെ കണ്ണ് നിറയുമ്പോൾ എനിക്കും വിഷമം തോന്നുന്നത്. പക്ഷേ ഒരു വാക്ക് തരാമോ? എവിടെയായാലും എന്ത് സാഹചര്യം ഉണ്ടായാലും നിന്റെ മനസ്സ് തോൽക്കാൻ അനുവദിക്കരുത്. പഠിക്കാൻ പോകുന്ന കുട്ടിയാണ് നീ. അവിടെ പോയി നന്നായി പഠിച്ച് തിരിച്ചു വരണം. അതാണ് ഇപ്പോൾ നിന്റെ ലക്ഷ്യം. ബാക്കി കാര്യങ്ങൾ ജീവിതം തന്നെ തീരുമാനിക്കും. അല്ലി പതിയെ തല കുനിച്ചു. ഞാൻ ശ്രമിക്കാം. അമ്മയെ വിഷമിപ്പിക്കാതെ ജീവിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്.
ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. ദിവ്യ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അതാണ് എൻ്റെ അല്ലിക്കുട്ടി. ഇപ്പോൾ മുഖം കഴുകി താഴേക്ക് വാ. ഒന്നും കഴിക്കാതെ ഇരുന്നാൽ അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വരും. അല്ലി ചിരിക്കാൻ ശ്രമിച്ചു. ശരി, 5 മിനിറ്റ്, ഞാൻ വരാം. ദിവ്യ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷെ അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. നേരെ അവൾ മിത്രയുടെ ഓഫീസിലേക്കാണ് നടന്നത്. വീടിൻ്റെ താഴത്തെ നിലയിലുണ്ടായിരുന്ന വലിയ ഗ്ലാസ് ക്യാബിനിൽ ലാപ്ടോപ്പിന് മുന്നിൽ ചില ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു മിത്ര. ദിവ്യ വാതിൽ പതിയെ മുട്ടി. മേ കമ്മിങ് മാം? കമിൻ ദിവ്യ. എന്താണ്? ദിവ്യ അകത്തേക്ക് കയറി. മിത്രയുടെ മുന്നിൽ നിന്നെങ്കിലും അവൾക്ക് തുടങ്ങണമെന്ന് അറിയില്ല. അത് മനസ്സിലാക്കിയ മിത്ര ഫയലടച്ച് അവളെ നോക്കി. എന്താണ് പറയാനുള്ളത്? പറയൂ. ദിവ്യ പതിയെ ശ്വാസമെടുത്തു. മാം, അല്ലി ഒരുപാട് വിഷമത്തിലാണ്. ഇതുവരെ ഞാൻ അവൾ അങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല. ബിബിയെ പഠിക്കാൻ സമ്മതിച്ചത് അവൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ മുംബൈയിലേക്ക് അയക്കുന്നതും ഇത്രയും നിയന്ത്രണങ്ങളും അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുത്താൽ. ദിവ്യ പറഞ്ഞു തീരുന്നതിന് മുൻപേ മിത്ര കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഗ്ലാസ് ജനലിനരികിലേക്ക് നടന്നു. കൈകൾ മാറിൽ പിണച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞാണ് അവർ സംസാരിച്ചത്. ദിവ്യ, നീ അവളുടെ കണ്ണുനീര് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ കാണുന്ന അവളുടെ ഭാവിയാണ്. ഇന്ന് ഞാൻ കടുപ്പക്കാരിയാണെന്ന് അവൾ കരുതും. ഒരു പക്ഷേ എന്നെ വെറുക്കുകയും ചെയ്യും. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാകും. അന്ന് അവൾക്ക് എന്നോട് നന്ദി പറയില്ലായിരിക്കും. പക്ഷെ അമ്മ തെറ്റായിരുന്നില്ലെന്ന് ഒരിക്കലെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ അത് മതി എനിക്ക്. ആ വാക്കുകൾ കേട്ടപ്പോൾ ദിവ്യയ്ക്ക് വീണ്ടും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ ശബ്ദത്തിൽ ഒരമ്മയുടെ വാശിയല്ല, എന്തോ ഒരു വലിയ ഭയം ഒളിഞ്ഞിരിക്കുന്നതായി അവൾക്ക് തോന്നി. ആ ഭയത്തിൻ്റെ കാരണം മാത്രം ഇപ്പോഴും അവൾക്ക് അറിയില്ലായിരുന്നു. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി